എലത്തൂർ വിജിൽ നരഹത്യാ കേസിൽ രണ്ടാം പ്രതി പിടിയിൽ. കോഴിക്കോട് സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. തെലങ്കാന കമ്മത്ത് നിന്നുമാണ് രഞ്ജിത്തിനെ പിടികൂടിയത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് ഏറ്റവും പഴികേട്ടത് ഒരു പ്രധാന പ്രതിയെ കൈവിട്ടു എന്ന കാര്യത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു ഈ അന്വേഷണം? രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ പ്രധാനമായും 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം പ്രതി നിഖിൽ, രണ്ടാം പ്രതി രഞ്ജിത്ത്, മൂന്നാം പ്രതി ദീപേഷ്. ഇതിൽ 1ഉം 3ഉം പ്രതികളെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിലുകളും. അതോടൊപ്പം തന്നെ ഇന്നലെ തിരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങളടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും പഴി കേട്ടിരുന്നത് രണ്ടാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനെ കുറിച്ചായിരുന്നു. ഈ കേസന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തന്നെ രഞ്ജിത്ത് കേസന്വേഷണ തങ്ങളിലേക്ക് എത്തുന്നു എന്നറിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ നാട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് ഇയാൾക്കായി വിശദമായിട്ടുള്ള പരിശോധന പലയിടങ്ങളിലായി അന്വേഷണ സംഘം നടത്തിയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ കമ്മത്ത് നിന്നും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഇയാൾക്ക് ശാരീരിക പരിശോധനകൾ നടത്തും, വൈദ്യപരിശോധനകൾ നടത്തും. വിജിൽ വധക്കേസിൽ എന്തായാലും പ്രധാനപ്പെട്ട ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. രണ്ടാം പ്രതി രഞ്ജിത്തിനെയും പോലീസ് പിടികൂടിയിരിക്കുന്നു.